സാറേ, കേരള മന്ത്രിസഭയിലെ NCPയുടെ പ്രതിനിധി AK ശശീന്ദ്രൻ. അപ്പോൾ ശശീന്ദ്രൻ മാറണമെന്ന് കുറച്ച് നാളായിട്ട് ആവശ്യമായിരുന്നു. ശശീന്ദ്രൻ പറയുന്നു എപ്പോൾ വേണമെങ്കിലും ഞാൻ മാറാൻ തയ്യാറാണ്. പകരം വരേണ്ടത് തോമസ് കെ തോമസാണ്. പക്ഷേ തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലെടുക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരക്കുകയാണ്. ഇപ്പോൾ AK ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നു, NCPക്ക് മന്ത്രി ഉണ്ടാകണമെങ്കിൽ ഞാൻ തന്നെ തുടരണം. അതായത് എന്നെ മാറ്റിയാൽ ഇനി മന്ത്രിസഭയിൽ NCPക്ക് പ്രാതിനിധ്യം ഉണ്ടാവില്ല. അതെ, അത് കൃത്യമായൊരു മെസ്സേജ് അല്ലേ പറയുന്നത്? അതെ അതെ. അത് ഇപ്പോൾ PC ചാക്കോ തോമസ് കെ തോമസിനെ എനിക്കെതിരെ ആയുധമാക്കുകയാണ് എന്നാണ് ശശീന്ദ്രൻ്റെ ഇന്ന് തുറന്നു പറച്ചിലെ ഒരു വാചകം. യഥാർത്ഥത്തിൽ ഇത് ചാക്കോയുടെ വാറാണ്. ചാക്കോയുടെ വാർ അഗൻസ്റ്റ് ശശീന്ദ്രൻ ആണ്. ഒരുമിച്ചായിരുന്നു ഇന്നലെ വരെ അല്ലേ? അപ്പോൾ ശശീന്ദ്രനെതിരെയുള്ള യുദ്ധത്തിന് തോമസ് കെ തോമസിനെ ഉപയോഗിക്കുകയാണ് എന്ന് ശശീന്ദ്രൻ പറയുന്നു. ശശീന്ദ്രനും ചാക്കോയും തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു യുദ്ധം, അവരുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് PC ചാക്കോ. വളരെ സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. ശശീന്ദ്രനുമൊക്കെ ഒരുമിച്ച് പിന്നെ കുറേ കാലം കോൺഗ്രസ്സിലും പിന്നെ അവർ രണ്ടും കൂടി NCPയിലും, പിന്നെ ചാക്കോ ഒരു തവണ കൂടി കോൺഗ്രസ്സിൽ പോയിട്ട് തിരിച്ചു വീണ്ടും NCPയിൽ വന്നതാണ്. അപ്പോൾ ശശീന്ദ്രൻ ഇടതുപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് അംഗമാണ്. മുഖ്യമന്ത്രിക്ക് ശശീന്ദ്രനിൽ സംപ്രീതിയുണ്ട്, വനം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ. അപ്പോൾ ശശീന്ദ്രനെ മാറ്റിയിട്ട് വേറൊരാളെ NCPയുടെ പ്രതിനിധിയായിട്ട് മന്ത്രിസഭയിൽ എടുക്കുന്ന അഭ്യൂഹവും ചർച്ചയും ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ തോമസ് കെ തോമസിനെയും പിന്നെ ശശീന്ദ്രനെയും ഒരുമിച്ച് വിളിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പോൾ നിങ്ങൾക്ക് രാജിവെച്ച് പോകാം, പക്ഷേ പകരം NCPക്ക് ഒരു മന്ത്രി ഉണ്ടാകുമോ എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് NCPക്ക് മന്ത്രിസ്ഥാനം ഇല്ലാതെ ആകും ശശീന്ദ്രൻ രാജിവെച്ചാൽ. അതാണ് ശശീന്ദ്രൻ ഇപ്പോൾ പാർട്ടിയിൽ ഒരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രി തോമസ് കെ തോമസിനെ അല്ല PC ചാക്കോയെങ്കിലും മന്ത്രിയാക്കുമോ, NCPക്ക് മന്ത്രി ഉണ്ടാകുമോ എന്ന കാര്യം നിങ്ങൾ ഉറപ്പാക്കുക, അങ്ങനെയാണ് ഞാൻ രാജിവെക്കാം. അതായത് 100 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് തോമസ് കെ തോമസ് MLAക്കെതിരെ ഉയർന്നിരിക്കുന്നത്. കുറച്ച് MLAമാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഈ 100 കോടി രൂപ ചിലവഴിക്കാനും മാത്രം NCPക്ക് ആസ്തി ഉണ്ടോ എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ട്, അത്രയും പൈസ കൊടുത്തിട്ട് ഈ MLAമാരെ കൂടെ നിർത്തിയാൽ തോമസ് കെ തോമസിന് കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് തന്നെ സംശയമാണ്. അപ്പോൾ തോമസ് കെ തോമസ് പറഞ്ഞത് തന്നെ കുരുക്കിലാക്കാനും തനിക്ക് മന്ത്രി പദവി കിട്ടാതിരിക്കാനും വേണ്ടി AK ശശീന്ദ്രൻ മെനഞ്ഞ ഒരു നാടകം ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് AK ശശീന്ദ്രനും PC ചാക്കോയും കൂടെ ആയിരുന്നു കേരളത്തിലെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത്. അവരൊരു ഒരു കൈയായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ ഇടയ്ക്ക് വെച്ച് ഇവർ തമ്മിൽ തെറ്റി. അപ്പോൾ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാമെന്നും തനിക്ക് മന്ത്രി പദവിക്ക് അർഹതയുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു, കൂടെ നിൽക്കുന്നു. അപ്പോൾ PC ചാക്കോ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു. എന്നിട്ടാണ് പോയി ശരത് പവാറിനെ കാണുന്നത്. ശരത് പവാറിൻ്റെ അടുത്ത് കേരള ഘടകം എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് കേൾക്കാം. അങ്ങനെ ഞങ്ങൾ പറയുന്നു തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം. ശരത് പവാർ ഓക്കെ പറയുന്നു. ഈ കാര്യം ഔദ്യോഗികമായി സർക്കാരിനെ അല്ലെങ്കിൽ മുന്നണിയെ അറിയിക്കുന്നു. പക്ഷേ അന്തിമ തീരുമാനം വരേണ്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനോട് എന്തായാലും തോമസ് കെ തോമസിനോട് യാതൊരു താല്പര്യമില്ലാത്ത രീതിയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ശശീന്ദ്രൻ ധൈര്യമായി പറയുന്നത്, എന്നെ മാറ്റിയാൽ ഇനി അവർക്കൊരു മന്ത്രി ഉണ്ടാകും. തോമസ് കെ തോമസ് എന്ന അംഗത്തോട് പിന്നെ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് NCP നേതൃത്വത്തിനും അറിയാം. അപ്പോൾ ശശീന്ദ്രൻ രാജിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്രി ഇല്ല. അപ്പോൾ മന്ത്രി ഇല്ലാതെ ഇരുന്നാൽ കാലക്രമേണ മുന്നണി വിട്ടുപോകും. അതെ, മുന്നണി വിട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നാൽ ശശീന്ദ്രൻ പോകത്തില്ല, മുന്നണി വിടില്ല എന്നും ശശീന്ദ്രൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പാർട്ടി പിളരും. അപ്പോൾ NCPക്ക് പിന്നെ ഒരു പിളർപ്പ് പ്രതീക്ഷിക്കാം കേരളത്തിൽ. അപ്പോൾ ആ ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോഴാണ് ഒരുപക്ഷെ ഡൽഹിയിൽ വെച്ച് PC ചാക്കോയും തോമസ് കെ തോമസും കൂടെ പ്രകാശ് കാരാട്ടിനെ കണ്ടു. ഓ, അത് ശരി. CPMൻ്റെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണല്ലോ ആണല്ലോ. അപ്പോൾ എന്താണ് പ്രകാശ് കാരാട്ട് കൊടുത്ത അഡ്വൈസ് എന്നറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നത് മുഖ്യമന്ത്രി ഒന്ന് അഡ്വൈസ് ചെയ്യണമെന്ന് കുറ്റം പറയാനായിരിക്കുമല്ലോ. മുഖ്യമന്ത്രി ഞങ്ങളുടെ മന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഞങ്ങളല്ലേ, ഞങ്ങൾ കൊടുക്കുന്ന പ്രതിനിധിയെ മന്ത്രിയാക്കണമല്ലോ. ഇപ്പോൾ ശശീന്ദ്രൻ ഇത്രയായ കാലമായി, ഇനി തോമസ് കെ തോമസിനും കൂടെ ഒരു അവസരം കൊടുക്കണം. ഇതായിരിക്കുമല്ലോ നല്ല വാക്കുകളിൽ ഉള്ള ഒരു അഭ്യർത്ഥന.
അതിന് പ്രകാശ് കാരാട്ട് എന്ത് ഉറപ്പ് കൊടുത്തു എന്നറിയില്ല. ഏതായാലും പ്രകാശ് കാരാട്ട് ഈ കാര്യം പെട്ടെന്ന് തന്നെ പിണറായി വിജയന് കൺവേ ചെയ്യാനൊന്നും പോകുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടന്നു എന്നൊക്കെ പത്രങ്ങളിലൂടെ വാർത്ത വന്നപ്പം മുഖ്യമന്ത്രിക്ക് ഏതായാലും ഊഹിക്കാമല്ലേ, തനിക്ക് എതിരെ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലും പോയിരിക്കുന്നു പരാതിയെന്ന്. പക്ഷേ എന്താണിപ്പോൾ സംഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ ശശീന്ദ്രൻ ചാക്കോയ്ക്കെതിരെ തുറന്നു പറഞ്ഞു. അപ്പോൾ ആ പാർട്ടിക്കകത്തൊരു ഭിന്നത രൂപപ്പെടുകയാണ്. ശശീന്ദ്രനെ രാജിവെക്കുകയോ മന്ത്രിയായി തുടരുകയോ ചെയ്താലും ഇല്ലെങ്കിലും ശശീന്ദ്രൻ തോമസ് ഇഷ്യൂവിൽ കേരളത്തിൽ NCP വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകും. സാർ, ഇതിനകത്ത് വേറൊരു CPM തന്ത്രമുണ്ട്. അതായത് CPMൻ്റെ കുത്തകയായ ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ എന്ന് പറയുന്ന മണ്ഡലം. ഈ എലത്തൂർ മണ്ഡലം മുന്നണി സംവിധാനം അനുസരിച്ച് NCPക്കാണ് മത്സരിക്കാൻ അവസരം കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി AK ശശീന്ദ്രനാണ് അവിടെ ഇത് മത്സരിക്കുന്നത്. അപ്പോൾ എലത്തൂരിലുള്ള CPMകാരുടെ ആവശ്യം ഈ സീറ്റ് CPM ഏറ്റെടുക്കണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കാലക്രമേണ ഇത് CPM അത് കൈയാളും എന്നാലും ഉറപ്പാണ്. അത്രയും ശക്തിയുള്ളൊരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇനി AK ശശീന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് നേരത്തെ ചില സൂചനകൾ നൽകിയിരുന്നു. ഇതിൻ്റെ കാരണം CPM ആ സീറ്റ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് പിണറായിയുമായി കുറച്ച് അടുപ്പമുള്ള AK ശശീന്ദ്രൻ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തത്. ഇപ്പോൾ സാറ് പറയുന്നതനുസരിച്ച് ഇപ്പം മന്ത്രിസ്ഥാനം ഒഴിവാക്കിയിട്ട് NCP മുന്നണിയിൽ നിന്നാൽ പതുക്കെ ആ മുന്നണിയിൽ ഒരു പുല്ലിൻ്റെ വിലയായിരിക്കും NCPക്ക് ഉണ്ടാകുന്നത്. പതുക്കെ അവർക്ക് വിട്ടുപോകേണ്ടി വരും. അങ്ങനെ വന്നാൽ വളരെ ഈസി ആയിട്ട് CPM ആ സീറ്റ് ഏറ്റെടുക്കാം. അങ്ങനെയുള്ളൊരു തന്ത്രവും CPM പയറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തർക്കത്തെ മുതലെടുത്തുകൂടെ അവർക്ക്? അപ്പോഴും ശശീന്ദ്രൻ അത് മുന്നിൽ കാണുന്നുണ്ട്. CPMൽ അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ എലത്തൂർ സീറ്റിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി വരാമല്ലോ. അതെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് എലത്തൂരുമായിട്ട് നല്ല ബന്ധമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ LDF വിട്ടു പോരുന്ന കാര്യവും ആലോചിക്കുന്ന പോലുമില്ല. അതെ, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം കോഴിക്കോട് അത്രയും ബന്ധമുണ്ട്. അത് ശശീന്ദ്രൻ എന്നാൽ ജയിക്കും, CPM സപ്പോർട്ടുള്ളിടത്തോളം കാലം ഉറപ്പായിട്ടും. അത് മാത്രമല്ല ബാലുശ്ശേരി സീറ്റായിരുന്നു ശശീന്ദ്രൻ നേരത്തെ മത്സരിച്ച്. അത് കഴിഞ്ഞാണ് അത് റിസർവേഷൻ മണ്ഡലമായി മാറിയതിനെ തുടർന്നാണ് എലത്തൂരിലേക്ക് പോയത്. അതെ. അപ്പോൾ എലത്തൂർ സീറ്റ് നിലനിർത്തുകയും ചെയ്യാം CPMന് ശശീന്ദ്രൻ വന്നാലും. അതെ, ശശീന്ദ്രൻ അല്ലെങ്കിലും ചിലപ്പോൾ ജയിച്ചെന്ന് വരാം. പക്ഷേ എന്തായാലും CPMൻ്റെ കുത്തക മണ്ഡലത്തിൽ മുന്നണി സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ശശീന്ദ്രൻ ജയിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ജയിക്കില്ല. അത് തീർച്ചയാണ്. അപ്പം അത് ശശീന്ദ്രനും അറിയാം. അപ്പോൾ NCPയുടെ പുതിയ മന്ത്രി വരുമോ വരില്ലയോ എന്നുള്ളത് ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. അപ്പോൾ ഈ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചിട്ട് പോയാലുള്ള വേറൊരു ഗുണം എന്താ അറിയുമോ? CPM ആ സ്ഥാനത്തേക്ക് മറ്റൊരു CPMൻ്റെ മന്ത്രിയെ കൊണ്ടുവരും. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഒത്തുവരണമെങ്കിൽ CPMൻ്റേതായ ഒരു മന്ത്രി കൂടി ഈ മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇതോടുകൂടി NCP കാരണം പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എലത്തൂർ സീറ്റ് CPM ഏറ്റെടുക്കുകയും ചെയ്യും. ഇങ്ങനൊരു തന്ത്രം CPM പ്രയോഗിച്ചുകൂടാ അല്ലല്ലോ? ഉണ്ട്. പിന്നെ ഈ വനം എന്ന് പറയുന്നത് ഒരു സെൻസിറ്റീവ് പോർട്ട്ഫോളിയോയാണ്. അതെ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ, വലിയൊരു മണി ഗ്രൂപ്പൊക്കെ അതിൻ്റെ പിന്നിൽ പ്രഷറൈസ് ചെയ്യും ആര് ഭരിച്ചാലും. അപ്പോൾ ശശീന്ദ്രനെ മാറ്റിയാൽ CPM ആ വകുപ്പ് ഏറ്റെടുക്കും. അതെ, തീർച്ചയായിട്ടും. ഇപ്പം രാധാകൃഷ്ണൻ പോയപ്പോൾ വകുപ്പുകളെല്ലാം പുതിയ ആൾ വന്നെങ്കിലും ആ മന്ത്രിക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ദേവസ്വം അടക്കമുള്ള വകുപ്പുകളൊക്കെ വേറെ CPMൻ്റെ വേറെ ആളുകൾക്കാണ് പോയത്. നേരത്തെ ബിനോയ് വിശ്വം, അതായത് ഇപ്പോഴത്തെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മന്ത്രിസഭയിൽ എത്തിയപ്പോൾ വനംവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് CPI ഇത്തവണ CPM വനംവകുപ്പ് മാറ്റിയെടുത്തത്. അപ്പോൾ അത് ശശീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് CPMലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇങ്ങനെ വന്നാൽ. പക്ഷേ ഏതായാലും മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യമായ ഒരു അഡ്വൈസ് കിട്ടിയത് കൊണ്ടായിരിക്കുമല്ലോ ശശീന്ദ്രൻ ഇത്ര കടുത്ത നിലപാട്. അത് ഉറപ്പായിരിക്കും. അപ്പോൾ ശശീന്ദ്രനെ അങ്ങനെ മാറ്റുകയൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ വില്ലൻ പ്ലഷർ ഇല്ലാതെ NCPയുടെ മന്ത്രിയെ മാറുന്ന പ്രശ്നമില്ലെന്നും ശശീന്ദ്രൻ സൂചിപ്പിച്ചു. അപ്പോൾ NCPയുടെ മന്ത്രിയെ തീരുമാനിക്കുന്നത് ചാക്കോ അല്ല, പിണറായി വിജയനാണ് എന്നാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഇനിയും ഇങ്ങനെ ചർച്ച ചെയ്ത് കിടക്കും. അത് NCPക്കകത്തുള്ള ഒരു വലിയ ആഭ്യന്തര പ്രശ്നമായി നിലനിൽക്കും. മുന്നണിയെ കാര്യമായിട്ട് ബാധിക്കാനൊന്നും ഇടയില്ല. അപ്പോൾ ശശീന്ദ്രൻ തുടരുമോ തുടർന്നില്ലയോ എന്നുള്ളത് വ്യക്തമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.